ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ അല്പം കൂടുതൽ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാളത്തെ വിശേഷത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് സുഭാഷ് ഭാസ്കറിനോട് ദേഷ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. കാരണം ഇതുവരെയും സുഭാഷിൻ്റെ ഭാഗത്ത് നിന്ന് ദേഷ്യപ്പെട്ട് തൻ്റെ അച്ഛനായ ഭാസ്കറിനോട് ദേഷ്യപ്പെട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. നിധിയും സുഭാഷും സുധീഷും ഹരീഷും ഒന്നും കണ്ടിട്ടില്ല. എന്ത് പ്രശ്നമുണ്ടായാലും അച്ഛ അച്ഛ എന്ന് വിളിച്ച് മാത്രം ഒന്ന് നിർത്തച്ഛ എന്ന് മാത്രം പറയുന്ന, അല്ലെങ്കിൽ സംസാരം കൂടുമ്പോഴും പ്രവൃത്തികൾ കൂടുമ്പോഴും ശാന്തമായ രീതിയിൽ തൻ്റെ അച്ഛനെ ഉപദേശിച്ച് മര്യാദയ്ക്ക് നടത്തുന്ന സുഭാഷിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ സുനന്ദ വരണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അവളെ ഈ പടി കയറ്റില്ല എന്ന് ഭാസ്കരൻ പറയുമ്പോൾ തൻ്റെ കയ്യിലിരുന്ന പാത്രം വലിച്ചെറിഞ്ഞിട്ട് അവൾ വരും, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്താണ് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെതിരെ ആര് നിന്നാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും അങ്ങനെ അവൾ വന്ന് മാന്യമായ രീതിയിൽ ഞങ്ങളുടെ സൽക്കാരം കൊടുത്ത് പറഞ്ഞയക്കും എന്ന് പറഞ്ഞ് ഭാസ്കറിനോട് ചൂടാകുകയും ചെയ്യുന്ന സുഭാഷിനെയൊക്കെ കണ്ടാണ് അവസാനിക്കുന്നത് അല്ലേ. അങ്ങനെ നാളത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പം ഭാസ്കറിന് വലിയ അടി കൊണ്ട പോലെയായിപ്പോയി. ഇതുവരെയും സുഭാഷിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന അങ്ങനെ ആഹാരമൊക്കെ സുഭാഷ് ആഹാരമൊക്കെ ഉണ്ടാക്കി, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി, പായസം വരെ ഉണ്ടാക്കി സുഭാഷ് സുനന്ദയ്ക്ക് വേണ്ടി, സുനന്ദയ്ക്കും സുനന്ദയുടെ ഭർത്താവിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷ് അവർ വരുന്നുണ്ടോ എന്ന് നോക്കി മുൻവാതിൽക്ക് നിൽക്കുമ്പോൾ സുഭാഷ് ഏട്ടാ എന്നൊരു വിളി കേൾക്കുക അല്ലേ. അത് വിളി കേൾക്കുമ്പോൾ പെട്ടെന്ന് സുഭാഷ് ആ മുൻവാതിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. പെട്ടെന്ന് സുധീഷ് കാര്യം പിടികിട്ടി, സുനന്ദ പിൻവാതിൽക്ക് കൂടെയാണ് വന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് സുഭാഷിനോട് പറയാണ്, ചേട്ടാ ഫ്രണ്ടിലല്ല, മുൻവാതിലല്ല, പുറകിലേക്ക് നോക്കാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് സുഭാഷും അത് എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ സുനന്ദയുടെ ഭർത്താവും പുറകിലെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നൊരു ഭാഗമുണ്ട്. പെട്ടെന്ന് ഞെട്ടിപ്പോകട്ടെ എല്ലാവരും. കാരണം സുനന്ദയെ ശീലിച്ചത് പുറകിലെ വാതിലൂടെ സുഭാഷിനെ കാണാൻ വരവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തൻ്റെ ഭർത്താവുമായിട്ട് വന്നതും ആ പുറകിലെ വാതിലിലൂടെയാണ്. പെട്ടെന്ന് സുഭാഷ് എന്ന് ചോദിക്കുകയാണ്, എന്താ സുനന്ദ നീ ഇതിലേ വരുന്ന, നല്ലപ്പോൾ വരുന്നതല്ലേ നിൻ്റെ ഭർത്താവ്, ഇതിലെയാണോ വരുന്നത്, നീ അപ്പുറം വരാൻ പറയുകയും പെട്ടെന്ന് സുനന്ദ ചമ്മി പോയിട്ട് പെട്ടെന്ന് അയ്യോ സോറി സുഭാഷ് ഏട്ടാ, ഞാൻ വന്ന് ശീലിച്ച് ഇതിലെയല്ലേ അതുകൊണ്ട് വന്നതാണ് എന്ന് പറയുകയും അങ്ങനെ പെട്ടെന്ന് തൻ്റെ ഭർത്താവുമായിട്ട് മുൻപിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. ഈ സമയത്ത് സുനന്ദയുടെ ഭർത്താവ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, നീ എന്തിനാണ് സുനന്ദ എന്നെ ആ പുറകെ കൂടെ കൊണ്ടുപോയത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുനന്ദയ്ക്ക് അടി കൊണ്ടുപോലെ ആയിപ്പോട്ടോ. അപ്പോൾ സുനന്ദ പറയാണ്, അതങ്ങനെയല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ അതിലെയല്ലേ വരുന്ന, ആ ഒരു ഇത് വെച്ച് അങ്ങ് കയറി വന്നതാണ് എന്ന് പറഞ്ഞ് തടി തപ്പുന്ന സുനന്ദനെ കാണാം. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് പുറകെ കൂടെ കൊണ്ടുപോയതിന്. ആ സാരമില്ല, അതൊക്കെ നമ്മൾ ശീലിച്ചു പോയത് അങ്ങനെയല്ലേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭർത്താവ് ആയിട്ട് മുൻവാതിൽക്കൽ എത്തുകയും ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷും സുധീഷും ഹരീഷും നികേഷൊക്കെ ഉണ്ട്, എല്ലാവരും നിധിയുമൊക്കെ ഇറങ്ങിച്ചെന്ന് വളരെ സ്നേഹത്തോടു കൂടി അവരെ ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് കലിപ്പോടു കൂടി ഇരിക്കുന്ന ഭാസ്കരനെ കാണുമ്പോൾ നിധി പറയുന്നുണ്ട്, അകത്തേക്ക് വിളിക്കാൻ പറയാം, രഹസ്യത്തിൽ പറയാട്ടോ. അപ്പം ഒരു വലിയ ജാട കളിച്ച് അല്ലെങ്കിൽ ദേഷ്യഭാവത്തിൽ ഇരിക്കുന്ന ഭാസ്കരനെ അന്നേരം ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ എല്ലാവരെയും തൻ്റെ ഭർത്താവിന് പരിചയപ്പെടുത്തുക, ഇതാണ് സുഭാഷ് ഏട്ടൻ, ഇതാണ് ഹരീഷ്, നികേഷ്, എല്ലാവരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ ഭർത്താവിനോട് പറയും, ഇതാണ് എൻ്റെ അമ്മാവൻ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഈ സുനന്ദയുടെ ഭർത്താവ് കൈ കൂപ്പുക കേട്ടോ. മൂത്ത ആളല്ലേ, അപ്പോൾ കാരണവരായതുകൊണ്ട് തന്നെ കൈ കൂപ്പും. പെട്ടെന്ന് ആ ദേഷ്യത്തോട് കൂടി നിന്ന് ഭാസ്കരൻ പെട്ടെന്ന് ഒരു കുഞ്ഞു കുട്ടികളെ പോലെ കൂളാകുകയും പെട്ടെന്ന് ചാടി എണീറ്റ് ആ സുനന്ദയുടെ ഭർത്താവിനും വാ മോനെ കയറി വാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓന്തിൻ്റെ സ്വഭാവം മാറി അകത്തേക്ക് ക്ഷണിക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. രസകരം. ഇതൊക്കെ കാണുമ്പോൾ നിധിക്കും എല്ലാ സുഭാഷനും സുധീഷനൊക്കെ അതിശയമായി പോയി. കാരണം ഇവർ വരുന്നു എന്ന് പറഞ്ഞപ്പം എന്തുവാ കുടുവാളുമായിട്ട് നിന്ന ഭാസ്കരൻ അവരെ ക്ഷണിച്ച് അകത്തേക്ക് വിളിക്കുകയും അവരെ സൽക്കരിക്കാൻ റെഡിയായി നിൽക്കുകയും ചെയ്യുന്ന ഭാസ്കരനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ അകത്ത് കയറി ചെന്ന് വീണ്ടും എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ ഗൾഫിലാണ് ജോലി എന്നൊക്കെ പറയാട്ടോ. ഈ പറയുന്ന സമയത്ത് ഭാസ്കരൻ ചോദിക്കുന്നു, മോനെ അവിടെ എന്നാ ശമ്പളം എന്ന് ചോദിക്കുകയാണ്. അപ്പം നല്ല ശമ്പളമുണ്ട് എന്നൊക്കെ ഈ സുനന്ദയുടെ ഭർത്താവ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ ആഹാരം കഴിക്കാൻ സമയമായി. ആഹാരം കഴിക്കുന്ന സമയത്ത് സുഭാഷ് എല്ലാവർക്കും കൊണ്ട് ആഹാരം വിളമ്പി വെക്കുക. അപ്പം ആഹാരം ഇപ്പം നിധിയും സുനന്ദയും
സുനന്ദയുടെ ഭർത്താവ് മാത്രമാണ് കഴിക്കുന്നത്. ഈ സമയത്ത് എല്ലാവരോടും ഇരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആരും ഇരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ കഴിക്കും, ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം, നിങ്ങളല്ലേ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഭാസ്കരൻ വന്ന് ഞാൻ വന്നിരിക്കാം, എനിക്ക് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞ് അവരുടെ കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനിടയിൽ ഭാസ്കറിൻ്റെ ചില കുരുട്ട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ ഞടുങ്ങിപ്പോകുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സുനന്ദ എന്തിനാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ എൻ്റെ ഒരു ചെറിയൊരു ക്ലൂ കൊടുക്കാൻ ശ്രമിക്കുന്ന ഭാസ്കരനെയൊക്കെ നമുക്ക് കാണാം. എങ്കിലും അവിടെ നിന്നൊക്കെ നിധി തന്ത്രപൂർവം മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം മാറ്റിയെടുക്കുന്ന രസകരമാകുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ നാളത്തെ എപ്പിസോഡുണ്ട് കേട്ടോ. അങ്ങനെ ആഹാരം കഴിച്ച സന്തോഷത്തോടു കൂടി ഇതിനിടയ്ക്ക് സുനന്ദ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. സുനന്ദയുടെ വീട്ടിൽ എല്ലാവരും തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സുനന്ദയും ഭർത്താവും അങ്ങോട്ട് വിരുന്നിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പോകണ്ട എന്ന് പറഞ്ഞ് കർക്കശമായിട്ട് അവർ ഓർഡർ കൊടുക്കുക കേട്ടോ. സുനന്ദ പറയാം. അപ്പോൾ പറയുന്നുണ്ട്, സുനന്ദ പറയുന്നില്ല അമ്മേ, ഞാനും എൻ്റെ ഭർത്താവുമാണ് അവിടെ വിരുന്നിന് പോകുന്നത്, അല്ല ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലോ. മാത്രവുമല്ല എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നത് എന്താണോ അത് മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആരും ഇടപെടണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് സുനന്ദ തൻ്റെ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനിടയിൽ സുനന്ദയുമായിട്ട് തൻ്റെ അമ്മ സംസാരിക്കുന്ന സമയത്ത് സുനന്ദയുടെ ഭർത്താവിനൊരു ഫോൺ കോൾ വരും. അങ്ങനെ വെളിയിലേക്ക് പോകുന്ന സമയത്താണ് സുനന്ദയോട് പറയുന്നത്, നീ വീണ്ടും നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടിയാണോ വീണ്ടും അവനെ കാണുവാൻ വേണ്ടി പോകുന്നത്? നിൻ്റെ ജീവിതം നശിച്ചു പോകുകയുള്ളൂ അവൻ്റെ മുൻപിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് സുഭാഷിൻ്റെ വീട്ടുകാരെയൊക്കെ അപമാനിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ സുനന്ദ ശക്തമായ രീതിയിൽ ഇതുവരെയും കാണാത്തൊരു സുനന്ദയെ കാണുന്ന, തൻ്റെ വിവാഹം കഴിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനോടും അമ്മയോടും എന്തും പറയാനുള്ളൊരു ലൈസൻസ് സുനന്ദയ്ക്ക് കിട്ടി എന്നൊരു തോന്നലൊക്കെ സുനന്ദയ്ക്ക് ഉണ്ടാകുകട്ടോ. അങ്ങനെ സുനന്ദ അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ തൻ്റെ ഭർത്താവിനോടൊപ്പം ആ വിരുന്ന് വീട്ടിൽ പോയി അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് മടങ്ങി തിരിച്ചു പോകാൻ സമയത്ത് പെട്ടെന്ന് സുധീഷിനെ നിധി വിളിക്കുക കേട്ടോ. അകത്തേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സുധീഷിൻ്റെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടായി. കാരണം തന്നെ അകത്തേക്ക് വിളിച്ച് എന്തോ കാര്യം പറയാനോ ചെയ്യുവാനാണ് എന്നോർത്ത് തൻ്റെ ഭർത്താവാണല്ലോ. അതൊക്കെ ഓർത്ത് സന്തോഷത്തോടു കൂടി നിധിയുടെ പുറകെ റൂമിലേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്താ നിധി എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, അവർ ആദ്യമായിട്ട് വരുകയല്ലേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരികയില്ലേ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്ത് കൊടുക്കാൻ? അല്ല സുധീഷ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അത് മോശമല്ലേ, എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒരു സാരി ഇരിപ്പുണ്ട്, ആ സാരി ഞാൻ കൊടുക്കാം എന്ന് പറയാണ്. അപ്പം സുധീഷ് പറഞ്ഞു, ശരിയാ, കുഴപ്പമില്ല, അത് കൊടുത്തു, അത് നല്ല കാര്യമാണ് എന്ന് പറയാണ്. വിരുന്നിന് വന്നവരല്ലേ, അവർക്ക് കൊടുത്ത് സന്തോഷത്തോടു കൂടി മടക്കി അയക്കുന്നത് നല്ലതാണ് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നിധി ചോദിക്കുകയാണ്, സുധീഷിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാമെന്ന് ചോദിക്കുകയാണ്. അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല, ഷർട്ടോ ഒന്നുമില്ല, ഇരിപ്പില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല നിധി എന്ന് പറയാണ്. അങ്ങനെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, അത് മോശമായിപ്പോയല്ലോ, സുനന്ദയ്ക്ക് മാത്രം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സുനന്ദയുടെ ഭർത്താവിന് എന്തെങ്കിലും തോന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സുധീഷിൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർത്ത് വരിക. മുൻപെങ്ങാണ്ട് മേടിച്ച ഒരു വാച്ച് തൻ്റെ കയ്യിലിരുന്നു, പുതിയ വാച്ച്. അപ്പോൾ പെട്ടെന്ന് നിധിയോട് പറയാം, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഒരു സമ്മാനം ഇരിപ്പുണ്ട്. മുൻപെങ്ങാണ്ട് നിധി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മേടിച്ച് ആ ട്രോയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ഒരു വാച്ചാണ് എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി പറയാം, എന്നാൽ അത് എടുക്കാൻ പറയാണ്. അങ്ങനെ സുനന്ദയുടെ മുറിയിലെ ആ ഡ്രോ തുറന്ന് നല്ല മനോഹരമാകുന്നൊരു വാച്ച് സുധീഷ് എടുക്കുകട്ടോ. അപ്പോൾ സുധീഷ് നിധിയോട് ചോദിക്കുക, ഇത് മതിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് സൂപ്പറായിട്ടുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് കൊടുക്കാമെന്ന് പറയുകയും അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സുനന്ദയ്ക്കും സുന്ദര ഭർത്താവിനും ഒരു ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പം നിധി പറയാണ്, സുനന്ദ എന്തായാലും വളരെ സന്തോഷമുണ്ട് വന്നതിൽ, എന്തായാലും ഇനി വരുമ്പോഴൊക്കെ കാണാം. പോകുന്ന സമയത്ത് ഞങ്ങളുടെ എൻ്റെ വകയായിട്ട് ഒരു സാരിയുണ്ട്, അത് മേടിക്കണം എന്ന് പറയാണ്. അപ്പോൾ സുനന്ദ പറയാം, അയ്യോ അത് വേണ്ട നിധി, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അതിനിപ്പോൾ എന്താ, അത് മേടിക്കുക, അത് ഞങ്ങളുടെ സന്തോഷമല്ലേ എന്ന് പറയുകയും അങ്ങനെ സുനന്ദ ആ നിധിയുടെ കയ്യിൽ നിന്ന് ആ സാരി സന്തോഷപൂർവ്വം മേടിക്കും. അതിനുശേഷം സുധീഷിനോട് കണ്ണുവെച്ച് കാണിക്കുക, കൊടുക്കാൻ പറയുമോ. അപ്പോൾ പെട്ടെന്ന് സുധീഷും പറയാണ്, തൻ്റെ സുനന്ദയുടെ ഭർത്താവിനോട് പറയാം, നിങ്ങളൊക്കെ വരുമെന്ന് പെട്ടെന്നല്ലേ ഞാൻ അറിഞ്ഞത്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം. അപ്പം സുനന്ദയുടെ ഭർത്താവ് പറയാണ്, അത് സാരമില്ല, അതിനിപ്പോൾ എന്താ, ഇത് തന്നെ വലിയ സന്തോഷമായി പോയി എന്നൊക്കെ പറയാട്ടോ. ഈ സമയത്ത് പെട്ടെന്ന്
സുധീഷിൻ്റെ കയ്യിലിരിക്കുന്ന ആ വാച്ച് അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് നീട്ടി. അപ്പോൾ പറയാണ്, അയ്യോ ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാണ്. അല്ല, ഇത് മേടിക്കണം, ഇത് മേടിച്ചാലേ ഞങ്ങൾക്കൊരു സന്തോഷമാകത്തുള്ളൂ, ഇത് ഞങ്ങളൊരു സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി, വലിയ സമ്മാനമൊന്നുമല്ല, ഇത് ഇപ്പോൾ നിലവിലുള്ളൂ, അതുകൊണ്ട് ഇത് മേടിക്കണമെന്ന് പറയുക. അപ്പോൾ സുനന്ദയുടെ മുഖത്തേക്ക് ഈ സുനന്ദയുടെ ഭർത്താവ് നോക്കും, മേടിക്കാൻ പറയാട്ടോ. അങ്ങനെ ആ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് സുനന്ദയുടെ ഭർത്താവ് ആ വാച്ച്, ആ ഗിഫ്റ്റ് മേടിക്കുകയും അങ്ങനെ മേടിച്ച് സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ സമയത്ത് എല്ലാവരോടും യാത്ര പറയാം. അപ്പോൾ യാത്ര പറയുന്ന സമയത്ത് സുഭാഷിനോട് സുനന്ദ ഒന്നിൽ കൂടുതൽ തവണ സുഭാഷേട്ടാ പോവാട്ടോ എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് സുനന്ദ, മുഖം അത്ര പ്രസാദമായിട്ടില്ല, സുഭാഷിനോട് പറയും. എല്ലാവരോടും യാത്ര പറയുന്നതിന് ഇടയിൽ സുഭാഷിനോട് ഒന്നിൽ കൂടുതൽ തവണ യാത്ര പറയുകയും. അപ്പം ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു വിഷമം മാത്രമല്ല, ഒരു എന്താണ് ഈ സുനന്ദ കാണിക്കാൻ പോകുന്നത്, വലിയ പ്രശ്നമുണ്ടാക്കുമോ ഇവള് ഇനിയിപ്പോൾ യാത്ര പറഞ്ഞ് ഇവളുടെ സുനന്ദയുടെ ഭർത്താവിന് വലിയ സംശയം ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ഭയം നിധിക്കും സുധീഷിനും ഹരീഷിനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ ലാസ്റ്റ് അവിടെ ഇരിക്കുന്ന ആഹാരമൊക്കെ കഴിച്ചിരിക്കുന്ന ഭാസ്കറിൻ്റെ മുന്നിൽ ചെന്ന് പറയാം, അമ്മാവ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാണ് സുനന്ദ. ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് ഈ സമയത്ത് കൈ കൂപ്പിയിട്ട് ഈ സുനന്ദയുടെ ഭർത്താവും ഇറങ്ങാൻ സമയത്ത് സുനന്ദ പറയാം, നിൽക്ക്, നമുക്ക് അനുഗ്രഹം മേടിച്ചിട്ട് പോകാമെന്ന് പറയാം. പെട്ടെന്ന് സുനന്ദയും സുനന്ദയുടെ ഭർത്താവും ചെന്ന് ഭാസ്കറിൻ്റെ മുൻപിൽ അനുഗ്രഹം ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിൽക്കാൻ പറയാം. അപ്പം നിൽക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഭാസ്കരൻ വിഗ്രഹം ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയും അവിടെ പെട്ടെന്ന് തിരി കത്തിച്ചിട്ട് ഇനി വരാൻ പറയുകയും അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം രണ്ടുപേരെയും ആശീർവദിക്കുകയും അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഇതുവരെയും ഈ പറഞ്ഞത്രയും നാളെ വന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക, കാരണം നമ്മൾ ഇച്ചിരി വേഗത്തിലാണ് കഥകൾ പറഞ്ഞു പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.